ബാഗിൽ തന്നെയാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചത്. അത് വലിയ ബാഗാണ്, പക്ഷേ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ. പിന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം അഫോർഡബിൾ റേറ്റാണ്. അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട്, ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് നമ്മുടെ ക്ലീനിങ് വ്ളോഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഇട്ട വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. സോ ഇതിൻ്റെ ഞാൻ ഇൻട്രോ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടുന്നുള്ളത്. കാരണം ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് നല്ലോണം ലൈക്ക് ഒരു 30 മിനിറ്റോളം അത് പോയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ എടുത്തിട്ട്. ഞാൻ വിചാരിച്ചു എന്തിനാണ് നിങ്ങൾ ഇവിടുത്തെ ഇത്രയും വലിയ ലോങ് വീഡിയോ ഇട്ട് ബോറടിപ്പിക്കുന്നത്. ഞാൻ തന്നെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇട്ടിരിക്കുന്നത്. പാർട്ട് 2 കാര്യമായിട്ട് ക്ലീനിങ് പരിപാടികളൊന്നുമില്ല. എന്നാൽ നമ്മൾ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ദോഹ സെൻറ്ററിലേക്ക്. സോ അവിടുന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഒരു ഹോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതും കൂടെ ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഒരേ അടിക്കാണ് വീഡിയോ എടുത്തത്. പക്ഷേ എല്ലാം കൂടെ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നപ്പം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ് ഇൻ ടു 2 പാർട്സ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നമ്മൾ അന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു കുഞ്ഞ് ഹോൾ വീഡിയോ ആണ്. ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. സോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സ്നേഹ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ഇപ്പം എന്താ പറയാനുള്ളത്? സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, വീഡിയോ കാണാം നമുക്ക്. ഫൈനലി ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടത് ഐ തിങ്ക് ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്, ഈവനിങ് ആണ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങിൻ്റെ ബാക്കി എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം ക്ലീനിങ്ങിൻ്റെ തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു, അതാണ് സത്യം. അപ്പോൾ നമ്മുടെ ഏകദേശം ക്ലീനിങ് എല്ലാം സെറ്റായി. അപ്പോൾ പൂജയ്ക്ക് മീൻസ് നവരാത്രി വരണ മുന്നേ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഡൺ. കണ്ടില്ലേ, നമ്മൾ കർട്ടനൊക്കെ മാറ്റി AC വരെ നമ്മൾ എന്താ പറയുക തുറന്ന് ഫുൾ നിലത്ത് പൊടിയൊക്കെ റെഡിയാക്കി. ഓക്കെ, ഇതൊക്കെ നമ്മൾ തുറന്ന് എല്ലാം ക്ലീൻ ചെയ്തു. ഓക്കെ, അതുകൂടാതെ വേറെയും കിച്ചണത്തെ മേലത്തെ റാക്ക്, പിന്നെ ഇവിടുത്തെ കബോർഡ് എല്ലാം ക്ലീൻ ചെയ്തു. ഓക്കെ, പിന്നെ അന്ന് നമ്മൾ പോയപ്പം ദോഹ സെൻറ്ററിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. സോ അതിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി എടുത്ത് എന്താ പറയുക യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഇപ്പോഴും ആ ബാഗിൽ തന്നെയാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചത്. ഓക്കെ, അതിൽ മേടിച്ച ഒരു സാധനമാണ് ഇത് കേട്ടോ. ഈ ഇത് എന്താ പറയുക നമ്മുടെ കോസ്മെറ്റിക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ഒരു മറ്റേ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ ഇങ്ങനത്തെ ആക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ രണ്ട് ഇങ്ങനത്തെ എന്താ പറയുക അങ്ങനെ ഇതുപോലെയൊക്കെ ഉണ്ട്, ഡ്രോവർ പോലെയൊക്കെ ഉണ്ട്. സോ ഇതിപ്പോൾ ഒരു ഭംഗി വെച്ച് ഞാൻ അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കി. ഓക്കെ, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത് ഈ ബാഗിലാണ് സാധനങ്ങളുള്ളത്. വലിയ ബാഗാണ്, പക്ഷേ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിന്ന് ഞാൻ മേടിച്ച ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏപ്രിൻ ഉണ്ടായിരുന്നില്ല കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം ഇടാനുള്ളത്. അപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരു ഏപ്രിൻ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അത്ര ഓർമ്മയില്ല, കാരണം ഇത് മേടിച്ചപ്പോൾ 2-3 ദിവസമായി. ടാഗൊന്നും കാണാനുമില്ല, ടാഗൊക്കെ ഇട്ട് മാറ്റി വന്നു. എനിവേസ് ഇത് പുള്ളി എന്താ പറയുക വെള്ളമൊക്കെ ഇതായാലും പെട്ടെന്ന് ഉണങ്ങണ ടൈപ്പാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് എനിക്ക് എന്താ പറയുക വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അപ്പം തന്നെ കൈ കഴുകിക്കൊണ്ടേയിരിക്കണം. കൈ കഴുകുക ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലാവും. ഇവിടെ കിടന്ന് ഞാൻ എന്നെ എന്താ പറയുക എൻ്റെ ഡ്രസ്സിൽ കയറി എന്നെ തുടക്കി പിടിക്കുകയും ചെയ്യും. ഇതാവുമ്പോൾ നമുക്ക് ഇതിൽ തുടക്കി അല്ലെങ്കിൽ ഇപ്പോഴും ശീലം വരുത്തിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഒരു നാപ്കിൻ വെക്കാറുണ്ട് എപ്പോഴും, എന്താ പറയുക കൈ തുടയ്ക്കാൻ. അധികം എൻ്റെ കൈ ഈ ഡ്രസ്സിലേക്ക് തന്നെ പോവും. ഞാൻ പിടിച്ച് മാറ്റി എൻ്റെ കൈനെ അങ്ങടാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഏപ്രിൻ. ഓക്കെ, നല്ല ക്യൂട്ട് പ്രിൻസുമാണ് കേട്ടോ. ആ ഉള്ളിൻ്റെ പിന്നെ ഒരു ടെഡി ബെയർ അങ്ങനത്തെ ഇത്. ഓക്കെ, ഇതാണ് ഒരു സാധനം മേടിച്ചത്. ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ടല്ലോ മറ്റേത്. പിന്നെ ഉള്ളത് ഇത് വന്നിട്ട് എക്സ്ട്രാക്റ്റബിൾ ക്ലോത്ത് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളറ്.
ഇത് മെയിനായിട്ട് എന്താ പറയുക, കിച്ചണിലേക്കുള്ള തുണി ഉണ്ടാവില്ലേ, ഈ വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. സോ ഇത് ഈ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതേ ഇതുള്ള കാണുന്നുണ്ടോ എന്നറിയില്ല, ഉണ്ടോ, ഇതാ ഇതാണ് തുണി കേട്ടോ, ഇങ്ങനെ ഉണ്ടാവുന്നത്. സോ ഇത് പെട്ടെന്ന് നമ്മുടെ ഈ എവിടെയെങ്കിലുമൊക്കെ തുടയ്ക്കാനൊക്കെ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ വാഷ് ബേസിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഇത് നല്ല ഉപകാരമുള്ള സാധനം. ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഒരു നാപ്കിൻ തന്നെ ഞാൻ അത് കളഞ്ഞിട്ടുമില്ല, അതിങ്ങനെ കഴുകി നമുക്ക് ഉണക്കി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഓവർ കഴുകിയിട്ടായാലും ഓവർ അത് കേടുവരുമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളി സാധനമായിരുന്നു ഇത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ സാധനം. പിന്നെയുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് എന്താ പറയുക, ഈ ട്രാവൽ ബോട്ടിൽ സെറ്റൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കി വെക്കാം, ക്രീമോ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി. ഞാൻ മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടല്ല ഇത് മേടിച്ചത്. ഞാൻ ഈ റോസ്മേരി വാട്ടർ ഞാൻ ഉണ്ടാക്കി തലയിൽ തേക്കാറുണ്ട്. സോ അതിന് മെയിനായിട്ട് ഈ സ്പ്രേ ബോട്ടിൽ നല്ല ഉപകാരമാണ്. അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിൽ ഒരെണ്ണം തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല, സെറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഇങ്ങനത്തെ നോക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഈ എവിടെയെങ്കിലും പോണ സമയത്ത് നമുക്ക് ഈ ക്രീമും ഇതൊക്കെ ഒരുപാട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇതിൽ വെച്ചിട്ട് പോകാമല്ലോ. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം അഫോർഡബിൾ റേറ്റാണ്. ദോഹ സെൻറ്റർ അങ്ങനെ അത് തന്നെ പേര്. അപ്പോൾ എനിക്ക് റേറ്റും വലിയ കുഴപ്പം തോന്നിയില്ല. പല സാധനങ്ങളുണ്ട് കേട്ടോ, നിങ്ങൾ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഓവറായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. അത് നല്ലോണം ക്രൗഡുണ്ട്, പല സാധനങ്ങളും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോണത് കേട്ടോ അവിടെ. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ക്ലോക്കാണ്. ഓക്കെ, ഇവിടെ ഒരു ക്ലോക്കില്ല, അപ്പോൾ എപ്പോഴും ഈ ഫോണ് നോക്കണം എന്നുള്ള ഇതിൽ ഒരെണ്ണം അവിടെ ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ റെഡി ആവുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ക്ലോക്ക് മേടിച്ചായിരുന്നു. ഓക്കെ, സിമ്പിൾ ക്ലോക്കാണേ, യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇത് ബാക്കിൽ ആണി അടിച്ച് ഇവിടെ റെഡിയാക്കാനുണ്ട്. അതിൻ്റെ TV-യുടെ മേലെ ആക്കിയിട്ട് വയ്ക്കാനാണ് പ്ലാൻ. കാരണം ഈ ഉറങ്ങി എണീക്കുമ്പോൾ കറക്റ്റ് കാണാമല്ലോ എത്ര സമയമാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ സൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എണീറ്റ് പോയി നോക്കണം, ഇതാകുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ. അങ്ങനെ ഒരു രീതിയിലൊരു ക്ലോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടെ മേടിച്ചായിരുന്നു. അത് ഞാൻ ആ ഫാൻസി ആ സൈഡ് പോയപ്പം ചുമ്മാ അങ്ങനെ നോക്കി. ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫാൻസി അങ്ങനെ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഒന്നും മേടിക്കാത്ത ആളാണ്. പക്ഷേ ഇതെന്തോ കണ്ടപ്പോൾ എനിക്കങ്ങനെ മേടിക്കാൻ തോന്നി, അങ്ങനെ ഞാൻ മേടിച്ചാണ്. അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇതാണ് ഞാൻ മേടിച്ച ബ്രേസ്ലെറ്റ്. ഓക്കെ, ഇതിൻ്റെ കളറ് കണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. ഇതിൽ ചെറിയൊരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ഇതേ തോന്നുന്നുണ്ട്. ഓക്കെ, നൈസായിട്ടില്ലേ. പുറത്തൊക്കെ എവിടെയെങ്കിലും പോണ സമയത്ത് ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഇടാൻ. കുറച്ച് ലൂസാണ്, എന്നാലും എനിക്കത് കണ്ടപ്പോൾ വിടാൻ തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ മേടിച്ചത്. പിന്നെ ഒരു സാധനം മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നമ്മുടെ ഫ്ലോറൽ ഫ്രാഗ്രൻസ് ലോണ്ട്രി ബീഡ്സ് ആണ്. നമ്മൾ ഈ സർഫൊക്കെ ഇതിലിടില്ലേ നമ്മുടെ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഇത് ഞാൻ കുറേ ഈ റീൽസിലും പിന്നെ ഓരോ ഇങ്ങനെ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സാധനം കണ്ടോ, ഇത് ഒരെണ്ണം നമ്മൾ ഇട്ടാൽ മതി. അയ്യോ വീണു. ഒരെണ്ണം നല്ല മണമാണ് കേട്ടോ. നമ്മുടെ സർഫിൻ്റെ പണി ചെയ്യുന്ന സംഭവമാണ്. സർഫും ഇതിൽ തന്നെ ഇത് ഒരു ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ 4 ഭാഗത്തായിട്ട് ഈ ഹാർട്ട് ഷേപ്പിൽ ഓരോ ലിക്വിഡ് ഉണ്ട്. ഇതൊക്കെ എന്ത് ലിക്വിഡാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഡിറ്റർജൻറ്റ് ഇതാണ് ഇത് സംഭവം. സോ ഇത് ഒരെണ്ണം നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഇതിൽ എഴുതിയിരിക്കുന്നത് 10 തുണികൾക്ക് പറ്റുന്നതാണ് 8x ക്ലീനിങ് പൗഡർ. ശരിയാണ് കേട്ടോ, ഇത് ഞാൻ യൂസ് ചെയ്തു. നല്ലോണം തുണി ക്ലീൻ ആവുന്നുണ്ട്, നല്ല മണവും ഉണ്ട് തുണിക്ക്. സോ ഇതും ഒരു സാധനം നമ്മൾ അവിടുന്ന് മേടിച്ചു. ഓക്കെ,
ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബ്ബ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ദോഹ സെൻറ്ററിൽ നിന്ന് മേടിച്ചത്. അതുകൂടാതെ നമ്മൾ കുറച്ച് ഗ്രോസറി കൂടെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഗ്രോസറി മേടിക്കാൻ പോയപ്പോൾ എൻ്റെ ഇപ്പോൾ R&B ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആയി ഒരു ടോട്ട് ബാഗ് തപ്പി നടക്കുന്നു. എൻ്റെ കയ്യിൽ സ്ലിംഗ് ബാഗ്സ് ഉണ്ട്, എന്നാലും എനിക്ക് ടോട്ട് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൻ്റെ ആദ്യത്തെ ടോട്ട് ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോട്ട് ബാഗ്സ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു കളറും ഒരു ഇതും, എനിക്ക് ഓവർ ഇങ്ങനെ ഇതായിട്ടുള്ളത് ഇഷ്ടമല്ല, എന്നാൽ സിമ്പിളായിരിക്കണം. അതൊക്കെ ഡെയിലി ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോട്ട് ബാഗ്. ഓക്കെ, സോ ഇത് ഞാൻ R&B നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ബട്ടണുണ്ട്, ഉള്ളിൽ ഒരു അറ കൂടിയിട്ട് ഇവിടെ. നമുക്ക് ഈ ബുക്സ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകാനൊക്കെ ഡെയിലി ബേസിസിനൊക്കെ പറ്റിയ സാധനം കാണുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ടോട്ട് ബാഗ് നോക്കിയിട്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ അന്ന് പോയി മേടിച്ചത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ ആയിട്ട് ഞാൻ ക്ലീനിങ് കുറച്ചായിട്ട് ചെയ്തു. ഇന്നലെ മിനിയാന്ന് അങ്ങനെ ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നവരാത്രിക്ക് മുന്നേ ഉള്ള ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഓക്കെ, സോ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത വ്ളോഗ് വരുമ്പം അറിയാം, നോക്കാം. ഓക്കെ, വേറെ ഇപ്പം എന്താ പറയാനുള്ളത്. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്ന് ചേർന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇനിയും നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി വരാൻ പോണ ഫ്യൂച്ചറിലായാലും വീഡിയോസ് ഇപ്പോൾ ഞാൻ വ്ളോഗ് ഇപ്പോൾ നാളെ മറ്റന്നാളെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. പിന്നെ വേറെ എന്താ ഇപ്പോൾ പറയാനുള്ളത്. സോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻസിൽ പറയുക. ഓക്കെ, വേറെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നല്ല എൻ്റെ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ, ഗുഡ് നൈറ്റ്.